നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയെ പൂർണ്ണമായി പിടിച്ചെടുക്കാനും ഫലസ്തീനികളെ അടിച്ചോടിക്കാനുമുള്ള സൈനിക ഓപ്പറേഷൻ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞു. ഗാസയിലെ മുഴുവൻ ഫലസ്തീനികളോടും ഉടൻ ഒഴിഞ്ഞുപോകാനും അതിന് തയ്യാറായില്ലെങ്കിൽ ബോംബിട്ട് കൊല്ലുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ശക്തമായ വ്യാപക വ്യോമാക്രമണങ്ങളിൽ ഗാസയിൽ 115 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അമേരിക്കയുടെ സഹായത്തിലും പിന്തുണയിലും ഗാസയുടെ വിവിധ ഭാഗങ്ങൾ കൈവശപ്പെടുത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. വടക്കൻ ഗാസയിലെ നിരവധി പ്രദേശങ്ങളിൽ നിന്ന് 5000-ഓളം ഫലസ്തീനികളെ ഇസ്രായേൽ സൈന്യം ഇന്നലെ ആട്ടിയോടിച്ചു. യുദ്ധത്തിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഗാസയിലേക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മരുന്നുകളും ഭക്ഷണവും കുടിവെള്ളവും അടക്കമുള്ള സഹായങ്ങൾ പോലും ഇസ്രായേൽ കടത്തിവിടുന്നില്ല. ഗാസയിൽ മാത്രമല്ല, ജെറൂസലേമിലും ഇസ്രായേൽ ഫലസ്തീനികൾക്ക് നേരെ കനത്ത പോരാട്ടം തുടരുകയാണ്. ഗാസയിലെ ജനങ്ങൾ കടുത്ത പട്ടിണിയിൽ വലയുന്നുണ്ട്. ഭക്ഷണത്തിനും വെള്ളത്തിനുമായി കുട്ടികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ക്യൂ നിൽക്കുന്നത്. ഗാസയിൽ വൈകാതെ പട്ടിണി മരണം ആരംഭിക്കുമെന്നാണ് റെഡ് ക്രോസ് ഉൾപ്പെടെ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഇസ്രയേലി ബോംബാക്രമണം കാരണം ഗാസ മുനമ്പിലെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കാണാതായ ഫലസ്തീനികളെ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്ന് സിവിൽ ഡിഫൻസ് ഏജൻസികൾ പറയുന്നത്. നൂറുകണക്കിന് പേർ ഇസ്രയേലിലെ ഏറ്റവും പുതിയ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടതെന്നും പലരും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഖാൻ യൂണീസിന്റെ തെക്കൻ നഗരത്തിൽ നിന്ന് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളെ പാർപ്പിച്ചിരുന്ന വീടുകളിലും കൂടാരങ്ങളിലും ഇസ്രായേൽ ബോംബ് വർഷിച്ചതിനാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 61 പേർ മാത്രം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. ഇതിൽ 36 പേരും കുട്ടികളാണ്. ഇവിടെ നിരവധി കുടുംബങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. വടക്കൻ പട്ടണമായ ജബാലിയയിലും ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിവരികയാണ്. കരയാക്രമണം വിപുലീകരിക്കുന്നതിന് മുന്നോടിയായി അടിസ്ഥാന സൗകര്യങ്ങൾ തച്ചു തകർക്കാൻ വ്യോമാക്രമണം ശക്തമാക്കാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യ സന്ദർശിക്കുകയും ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ ബന്ദിമോചന കരാറിനെക്കുറിച്ച് പരോക്ഷ ചർച്ച തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. ഗാസയിൽ നിന്ന് പലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കാൻ ഇസ്രായേലിനൊപ്പം അമേരിക്കയും രംഗത്ത് വന്നിട്ടുണ്ട്. ഗാസ മുനമ്പിൽ കഴിയുന്ന 10 ലക്ഷത്തോളം ഫലസ്തീനികളെയാണ് ട്രംപ് ഭരണകൂടം ലിബിയയിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇക്കാര്യം ട്രംപ് ലിബിയൻ സർക്കാരുമായി US ചർച്ച ചെയ്തു കഴിഞ്ഞു. എന്നാൽ നിലവിലെ സാഹചര്യം ഇത്തരമൊരു പദ്ധതിക്ക് യോജിച്ചതല്ലെന്നും അത്തരത്തിൽ ഒരു ചർച്ച പോലും ഉണ്ടായിട്ടില്ലെന്നും പ്രായോഗികമല്ലാത്ത കാര്യങ്ങളാണിതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഫലസ്തീന്റെ ഓരോ തരി മണ്ണും കുടുംബവും നാടും സുരക്ഷിതമാക്കാനും കുട്ടികളുടെ ഭാവിക്ക് നിലകൊള്ളാനും അവസാന ശ്വാസം വരെ ഫലസ്തീനിലെ ഓരോരുത്തരും നിലകൊള്ളുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേണൽ ഗദ്ദാഫിക്കെതിരെ 1.5 പതിറ്റാണ്ട് മുമ്പ് പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര കലാപമുണ്ടാക്കിയ അസ്ഥിരതകളിൽ നിന്ന് ലിബിയ ഇതുവരെ പുറത്തു കടന്നിട്ടില്ല. നിലവിലുള്ള ജനങ്ങൾക്ക് പോലും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാനോ ക്ഷേമം ഉറപ്പാക്കാനോ സാധിക്കാത്ത സാമ്പത്തിക പരാധീനതയിലാണ് ഇപ്പോൾ ലിബിയ കഴിയുന്നത്. ഭീകരവാദം, കുഴിബോംബുകൾ, ആഭ്യന്തര കലഹം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളുള്ളതിനാൽ സ്വന്തം പൗരന്മാർ ലിബിയയിൽ പോകുന്നത് അമേരിക്ക വിലക്കിയിട്ടുമുണ്ട്. മാർച്ചിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതിനു ശേഷം 3000-ലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. 800 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2023 ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ 53,000 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിലെ സാഹചര്യത്തിൽ വടക്കൻ ഗാസയിലെ ജബാലിയിൽ നിന്ന് ഒഴിയാൻ ഫലസ്തീനികളോട് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗാസയിലെ ജനങ്ങൾ പട്ടിണിയിലാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ അനുവദിച്ചാൽ ഉടൻ ഗാസയിൽ ഭക്ഷണം എത്തിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.